SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടാകുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളുടെ കൂരമ്പുകൾ ഏൽക്കാത്ത രാഷ്ട്രീയ നേതാക്കൾ തന്നെ വളരെ കുറവാണ്. തനിക്ക് വ്യക്തിപരമായി താല്പര്യമില്ലാത്ത നേതാക്കളെയും സമുദായത്തിന് വിരുദ്ധരായി പ്രവർത്തിക്കുന്നവരെയും അദ്ദേഹം എല്ലാ കാലത്തും വേട്ടയാടിയിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും പലരെയും തോൽപ്പിക്കാൻ വെള്ളാപ്പള്ളി ശ്രമിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ വെള്ളാപ്പള്ളി കളിച്ച കളികൾ ചെറുതല്ല. തൃശൂരിൽ സുരേഷ് ഗോപിയെയും ഒതുക്കാൻ നോക്കി. എന്നാൽ വെള്ളാപ്പള്ളി എതിർക്കുന്ന നേതാക്കളൊക്കെ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും മറ്റൊരു ചരിത്രമാണ്. വെള്ളാപ്പള്ളി പറയുന്നവർക്ക് വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം. സ്വന്തം സമുദായ സംഘടനയിലെ അംഗങ്ങൾ പോലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വെള്ളാപ്പള്ളിക്ക് വലിയ പ്രാധാന്യമൊന്നും നൽകാറില്ലെന്നതാണ് മറ്റൊരു വസ്തുത. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മെക്കിട്ട് കയറുകയാണ് വെള്ളാപ്പള്ളി. ഇതിന് അതേ നാണയത്തിൽ തന്നെ ആത്മവിശ്വാസത്തോടെ തിരിച്ചടിക്കുകയാണ് VD സതീശൻ. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷം നേടിയില്ലെങ്കിൽ രാഷ്ട്രീയം വിടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച വെല്ലുവിളിക്കുള്ള മറുപടിയായാണ് VD സതീശൻ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായ ഈ പ്രസ്താവന നടത്തിയത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് 100 സീറ്റുകൾ ലഭിച്ചാൽ താൻ രാജിവെക്കുമെന്ന് ഒരു പ്രാദേശിക വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. UDFന് ഇത്രയും ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ സതീശൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. സതീശൻ ഈഴവ വിരുദ്ധ വികാരങ്ങൾ വളർത്തിയെടുക്കുന്നുവെന്ന് നടേശൻ മുൻപേ ആരോപിച്ചിരുന്നു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ ഒരു കേരള കന്യാസ്ത്രീയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ വെള്ളാപ്പള്ളി നടേശനുമായി മത്സരിക്കാനോ വാദിക്കാനോ താല്പര്യമില്ലെന്ന് സതീശൻ പറഞ്ഞു. എന്നാൽ UDFന് വലിയ വിജയം നേടാനുള്ള കഴിവ് വെള്ളാപ്പള്ളി നടേശൻ അബദ്ധത്തിൽ അംഗീകരിച്ചുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. വെള്ളാപ്പള്ളിയുമായി ഒരു മത്സരവും ഇല്ലെന്നും എന്നാൽ വെല്ലുവിളി നേരിടുന്നത് രാഷ്ട്രീയ മാന്യതയോടെ തന്നെയാണെന്നുമാണ് സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈഴവയായ സതീശൻ ഏതെങ്കിലും ഈഴവന് എന്തെങ്കിലും നൽകിയോ എന്ന് ചോദിച്ച വെള്ളാപ്പള്ളിക്ക് വലിയ വിമർശനമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം നേരിടേണ്ടി വന്നിരിക്കുന്നത്. SNDP യോഗത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറുന്ന ഈഴവരിൽ നിന്നും വൻതോതിൽ പണം പിരിക്കുന്നതും മൈക്രോ ഫിനാൻസ് തട്ടിപ്പും ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. VS അച്യുതാനന്ദൻ ഉൾപ്പെടെ വെള്ളാപ്പള്ളിക്ക് എതിരെ ഉയർത്തിയ കേസും വിമർശനങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയെ ഇപ്പോൾ തീ പിടിപ്പിച്ചിരിക്കുകയാണ്. മുസ്ലിം വിരോധിയായി തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ ഒതുങ്ങുന്നവനല്ല താനെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശവും വിവാദമായി കഴിഞ്ഞു. വെള്ളാപ്പള്ളിക്ക് എതിരെ കേസെടുത്ത പോലീസ് നടപടിയും ഇതിനകം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇടതുപക്ഷ അനുഭാവികളും പോലീസിന് എതിരാകുന്ന സാഹചര്യമാണുള്ളത്. വെള്ളാപ്പള്ളിയെ ഇങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യുമെന്നാണ് ഇടതുപക്ഷ ണികൾ പറയുന്നത്. അതേസമയം മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന വലിയ പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. വരാനിരിക്കുന്നത് കോൺഗ്രസിന്റെ തകർച്ചയാണെന്ന് പാലോട് രവിയെ പോലെ നേതാക്കളിൽ ചിലർ സമ്മതിക്കുകയും ചെയ്യുന്നു. അടിമുടി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ ഇനിയും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ നേതാക്കൾ തമ്മിലുള്ള പല പിണക്കങ്ങളും വിവാദമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രവർത്തകരിൽ ആത്മവിശ്വാസവും ഉണ്ടാക്കാനായി തന്റെ രാഷ്ട്രീയ ജീവിതം കൊണ്ടുതന്നെ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രതിപക്ഷ നേതാവ് പന്താടുന്നത്. വനവാസത്തിന് പോകുന്നത് വെള്ളാപ്പള്ളിയോ അതോ സതീശനോ എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെ.